സാറിൻ്റെ ഒരു ഇത് കരിയർ കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് നടിമാരെ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ അല്ലേ. ഇപ്പോൾ ലക്ഷ്മിയൊക്കെ മലയാളത്തിൽ വന്നത് ചട്ടക്കാരിയിൽ വന്നത്, അതിനുശേഷമാണ് പിക്നിക്കിൽ വന്നത്. ചട്ടക്കാരിക്ക് മുമ്പാണ്, പിക്നിക്കിലാണ് എനിക്കുള്ള മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് അവർ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഷീല സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ഒരു റെക്കോർഡായിരിക്കും ഒരേ നായകനും നായിക ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരമ്മയും പൊന്നമ്മ ചേച്ചി അതുകൂടി പറയണം, അതുകൂടെ പറയണം. അതാരും പറഞ്ഞു കേട്ടില്ല. പൊതുവെ നസീർ സാറിൻ്റെ ഷീലിനെ കുറിച്ച് പറയാറ്. അതിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സാറിൻ്റെ സിനിമയിലാണ്. എനിക്കൊണ്ട് 90ഓളം സിനിമയിൽ സാറിൻ്റെ നീ ഒരാൾ കൂടെ ഉണ്ട്, ഫാസി, അടൂർ ഫാസി. അത് 100ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊരു ടീമായിരുന്നല്ലോ, ഫാസി, ബഹദൂർ, പൊന്നമ്മ ചേച്ചി ഇത് സ്ഥിരമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഷീല, അവർക്ക് ഇപ്പോൾ സാറിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. അവരുടെ ബൈറ്റ് ഉണ്ട്, കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ശശികുമാർ സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങേരെ പറ്റി എന്ത് പറയണം, എന്ത് വിടണം, എന്തൊക്കെ പറയാതിരിക്കണം, എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം പടങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമേർഷ്യൽ മൂവീസായിരിക്കും. വർക്ക് ചെയ്യാൻ ഇത്രയും സുഖമുള്ള ഒരു ഡയറക്ടർ സീനങ്ങ് പറഞ്ഞു തരും, ഇതൊക്കെയാണെന്ന് പറയും. നമ്മളങ്ങ് പോയി അഭിനയിച്ചാൽ മതി. ഞങ്ങൾ വാസ്തവത്തിൽ ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഞങ്ങളെല്ലാം ഒരു ഫാമിലി ആയിരുന്നു. എൻ്റെ ഒരു സ്വന്തം ചേട്ടൻ അങ്ങനെയായിരുന്നു. അങ്ങേര് മദ്രാസിൽ നിന്ന് വിട പറഞ്ഞ് കേരളത്തോട്ട് വരുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേര് ഒരു നല്ലൊരു വിരുന്ന് കൊടുത്തു. അന്ന് ഞങ്ങളെല്ലാവരും അവിടെ ഊണ് കഴിക്കാൻ പോയിരുന്നു. എന്തായാലും അങ്ങേരുടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിനും അങ്ങേരുടെ ജീവിതത്തിലും, അതായത് എന്ത് പറയാൻ, അവരുടെ ഭാര്യയും മക്കളും എല്ലാം ഞങ്ങൾ കടുപ്പമായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കൂടെ അത്രയും ക്ലോസ് ആയിരുന്നു. അങ്ങേർക്ക് നല്ല ആരോഗ്യവും നീണ്ട ആയുസ്സും ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാർ, ഇപ്പോൾ ഷീലാമ്മയുടെ പോലെ തന്നെയാണ് അല്ലേ ശാരദാമ്മയും കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതും നസീർ സാറിൻ്റെ കൂടെ അല്ലേ, എല്ലാവരും സത്യമാഷ ഒക്കെ ആയിട്ട് അല്ലേ. എങ്ങനെ ശാരദാമ്മ? അതെ അതെ, വേറെ ഒരുപാട് പടങ്ങൾ ഉണ്ടല്ലേ. ഇപ്പോൾ ഷീല ശാരദ പോലെ തന്നെ ജയഭാരതി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് നസീർ സാറിൻ്റെ കൂടെ ആദ്യത്തെ സിനിമ മുതൽ ജയഭാരതിയുടെ ആദ്യത്തെ സിനിമ അല്ലേ, അത് മുതൽ ഒരുപാട് പടങ്ങളിൽ. അപ്പോൾ സാറാണ് ജയഭാരതി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മലയാള സിനിമയിലേക്ക് എന്ന് പറയാനൊക്കെ ദൈവമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അങ്ങനെയല്ല, ഒരു നിമിത്തമാകുക എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ പറയണെങ്കിൽ പെൺമക്കൾ. ഇപ്പോൾ ജയഭാരതി ഇപ്പോൾ ടെലിഫോണിലുണ്ട്, നമുക്ക് അവരായിട്ട് നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. ഓക്കെ, നമുക്ക് വിളിക്കാം. ഹലോ മാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, ഞാൻ കമലാണ്, ഡയറക്ടർ കമൽ. നമസ്കാരം ശശികുമാർ സാറിന് നമസ്കാരം. നമസ്കാരം മോളെ. നമസ്കാരം സാർ. സാറ് പറയായിരുന്നു ആദ്യത്തെ സിനിമ പെൺമക്കൾ, ജയഭാരതി മാം മലയാള സിനിമയിലേക്ക് വരുന്നത് ആ സിനിമയിലൂടെയാണല്ലോ. അതെ, അതില് ഒരാറാമത്തെ സിസ്റ്ററായിട്ട് ശീല ചേച്ചിയുടെ കൂടെയൊക്കെ ശീല ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഒരു അനുജത്തിയുടെ റോൾ ഞാൻ സാറിന്റെ ഡയറക്ഷനിൽ ചെയ്തു. പിന്നെ എനിക്കൊരു സൈഡിലൊരു പല്ലില്ലായിരുന്നു. അപ്പൊ അപ്പൊ സാർ പറഞ്ഞു, എന്താ ഇത് കുട്ടിക്ക് പല്ലില്ല? അപ്പൊ അമ്മ പറഞ്ഞു, അവള് 8th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടില്ല. പകുതി പടമായപ്പോ എനിക്ക് പല്ല് വന്നു. അത് എന്റെ ഈ സാറ് അത് എന്റെ 100ാമത്തെ പടത്തിന്റെ ഫംഗ്ഷനില് സംസാരിച്ചു. അപ്പൊ ആ പ്രായത്തില് എന്റെ ഫസ്റ്റ് ഡയലോഗ് സാർ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ അച്ഛന്റെ പേര് കേശവ പിള്ളാന്ന്. എനിക്ക് ആ കേശവൻ എന്ന് പറയാൻ അറിയില്ലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിലെ ജനിച്ചു വളർന്നതുകൊണ്ട്. അപ്പൊ സാറൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് വളർത്തിയെടുത്ത ഒരു കുട്ടിയാണ് ഞാൻ. സാറിന്റെ ഫസ്റ്റ് ഫിലിം, എന്റെ ഫസ്റ്റ് ഫിലിം സാറൊക്കെ വലിയ ഡയറക്ടർ ആയിരിക്കുമ്പോ ഞാൻ വർക്ക് ചെയ്തു. കമൽ, എന്റെ 1000 നമസ്കാരങ്ങൾ സാറിന്.
പിന്നെ ഒരുപാട് സിനിമകളിൽ സാറിന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചു. പിന്നെ ഉള്ള സിനിമയിലൊക്കെ സാറിന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവും. 7 ദിവസം 8 ദിവസം കൊണ്ട് തീരും. അതൊക്കെ ഞാൻ എങ്ങനെ അഭിനയിച്ച് തീർക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല. ഒരു നീഡഡ് സിസ്റ്റർ ആയിരുന്നു ഞാൻ. അപ്പൊ ശശികുമാർ സാറിന്റെ പടങ്ങളിൽ വർക്ക് ചെയ്ത് പെട്ടെന്ന് പൈസ മേടിച്ച് ഞങ്ങൾക്ക് സ്ഥലം വിടാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് തിങ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. സാർ ഞങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. ആ പടത്തിന് പോണോ മോൾക്ക് പൊയ്ക്കോ, ഈ പടത്തിന് മോളിന് പോണോ പൊയ്ക്കോ മോളെ. ഈസ് നോട്ട് അഡമന്റ് അറ്റ് ഓൾ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ ഒക്കില്ല സാറിനെ. ഇത് ഇപ്പോ ഞാൻ ടിവിയിലില്ല, സീരിയലിലില്ല, സിനിമയിലില്ല, നോ പബ്ലിക് ഫങ്ഷൻസ്. പക്ഷേ സാറിനെ ഞങ്ങളൊക്കെ ഒരുപാട് ഡയറക്ടേഴ്സിനെ ഡയറക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഭീഷ്മരായിട്ട് ഞാൻ എല്ലാ നമസ്കാരങ്ങളും സാറിന് പറയുന്നു. വേറെ എന്തെങ്കിലും കമൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറയും. ഇല്ല, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നസീർ സാറിന്റെ കൂടെ കുറെ സിനിമകളിൽ നായികയായിട്ടുണ്ടായിരുന്നു ശശികുമാർ സാറിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ ഹെഡ് മാസ്റ്റേഴ്സ് മാറിയാണല്ലോ സാറ്. ഈ പടത്തിന് കൊടുത്തേക്കോ ആ പടത്തിന് കൊടുത്തേക്കോ എന്ന് പറയും. ഇവരൊക്കെ വലിയ കുറെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ളവരായിരുന്നല്ലോ. ഞാൻ വരുമ്പോ ശീല ചേച്ചി ഷാരു ചേച്ചിയൊക്കെ പീക്കിലിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ നടിയായിട്ട് വരുന്ന കാലമല്ലേ. ആ സമയത്തല്ലേ ശശികുമാർ സാറിന്റെ ഒരു സിനിമയില് ഒരു അനുജത്തിയായിട്ട് ഞാൻ വരുന്ന ഒരു കാലം. എനിക്ക് സാർ നമസ്കാരം. സാർ നമസ്കാരം മോളെ. എനിക്ക് 2 പെൺമക്കളാ. ആ സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ ഒരു മോള് കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടല്. അത് ജയഭാരതിയാ അന്നേ പറയുന്ന ഓർമ്മയുണ്ടല്ലോ. അതെ അതെ, എന്നും ഓർക്കുന്നുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ ജയഭാരതി ഉണ്ട്. അതെ സാർ. സാർ എന്നും എന്നെ മോളായിട്ട് തന്നെ കാണണം. സാറിന് എന്റെ 1000 നമസ്കാരങ്ങൾ. അവിടെ വരാൻ പറ്റാത്തതിൽ ഞാൻ സാറിന്റെ സിനിമയിൽ ഇപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു. സാറിന്റെ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞത് ഒക്കെ ഞാൻ പറഞ്ഞു സാർ. പിന്നെ സാർ ഞങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ അയക്കും വേറെ വേറെ പടങ്ങളുടെ ഷൂട്ടിങ്ങിന്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു കഴിഞ്ഞ 2 വർഷം. ഇപ്പൊ മദ്രാസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇനി അവിടെ വന്ന ശേഷം വിളിക്കാം മോളെ. സാർ വിളിക്കും, ഞാൻ വീട്ടിൽ വന്ന് സാർ. ഓക്കെ മോളെ. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. സന്തോഷം. ഭാരതി മാം, സന്തോഷം. വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കമൽ, താങ്ക് യു വെരി മച്ച് കമൽ. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.